ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു കുഞ്ഞു ഉടുപ്പായിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഉടുപ്പ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ഇതേപോലത്തെ ഒരു കോട്ടൺ തുണിയാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്, 4ആയി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 4 ഭാഗമായി മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുന്ന കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മടക്കി വെച്ച് ചീത്തവശം ഇവിടെ പുറത്തേക്കായിട്ടാണ് വെച്ചിട്ട്, നല്ല വശം ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചീത്തവശത്താണ് ഈ വരയ്ക്ക് അടയാളപ്പെടുത്തൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നെക്കിൻ്റെ അവിടെ ഒരു 2.5 ഇഞ്ച് എടുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 2.5 ഇഞ്ച്. പിന്നെ നമ്മൾ നെക്കിൻ്റെ അവിടെ അടയാളപ്പെടുത്തി ഉടനെ ഇങ്ങോട്ട് താഴത്തേക്ക് റിഗാളിൻ്റെ ഇറക്കം എടുക്കുന്നുണ്ട് കേട്ടോ. റിഗാളിനുള്ള ഇറക്കം എടുത്തിട്ടുണ്ട്. അങ്ങനെ 5 എടുത്തിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴുത്ത ഇറക്കം 2.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. നെക്കിൻ്റെ അവിടുത്തെ ഇറക്കുന്നിട്ട് അത് അവിടേക്ക് അങ്ങനെയും വരച്ചു കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ അവിടെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ വെച്ചാൽ നെക്ക് അധികം വിട്ടും ലെങ്ത്തൊക്കെ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ നെക്കിൻ്റെ അതിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ഇതുപോലെ ഷോൾഡർ വരയ്ക്കുന്നത് കേട്ടോ. നമുക്ക് ഷോൾഡറിന് പ്രത്യേകിച്ച് അളവൊന്നും എടുക്കില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലത്തെ ഒരു കട്ടിങ് കേട്ടോ. നമ്മളിവിടെ കയർ വെച്ച് ചരട് വെച്ച് കെട്ടുന്നില്ലേ, അതിനാണ്. അപ്പോൾ അതിന് വേണ്ടി ഷോൾഡർ ആവശ്യമില്ല. ഇത്ര കേട്ടോ ഡിഫറൻറ്റിൽ. പിന്നെ നമ്മൾ വണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം 24 ഇഞ്ച് വണ്ണമുള്ളതാണ് കേട്ടോ എടുക്കണം. അപ്പോൾ ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഒരു 6 മാസം 1 വയസ്സായ കുട്ടികൾക്ക് വരെ ഇങ്ങനത്തെയൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. ചൂടുകാലത്തൊക്കെ കോട്ടൺ തുണി കൊണ്ട് ഇതുപോലെ അടിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് ഇടാൻ കുറച്ച് സുഖമായിരിക്കും കേട്ടോ. സെൻറ്റർ ഒരു 5.5 എടുത്തിട്ടുണ്ട്. താഴെ ബോട്ടത്തിൻ്റെ അവിടെ 6 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് എടുക്കുന്നുണ്ട്. 18 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് താഴത്തെ ഒരു മടക്കി അടിക്കാനുള്ള ഒരു 1.5 ഇഞ്ച് തുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. നെക്ക് കട്ട് ചെയ്ത് ഷോൾഡർ അവിടെ തന്നെ കണ്ടോ, ഇങ്ങനെയാണ് ഷോൾഡർ കട്ട് ചെയ്യുന്നത്. അപ്പം അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെയാട്ടോ വരുന്നത്. ഇതുപോലെ ഇവിടെ നമ്മൾ കുട്ടി കട്ടി കൊടുക്കാനുള്ള ചരട് ഇങ്ങനെ വെച്ച് കെട്ടു കേട്ടോ. അപ്പം ഇതുപോലത്തെ ഒരു ഷേപ്പാണ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം. അപ്പം നമ്മൾ നെക്കിൻ്റെ അവിടെയും ആം ഹോളിൻ്റെ അവിടെയൊക്കെ വെക്കാനുള്ള ഇത് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ബ്ലാക്ക് കളറാട്ടോ അതിനെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് 2 ഭാഗമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്കിൻ്റെ അവിടെ അടിച്ച് മറയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ചീത്ത ഭാഗത്ത് നിന്ന് നല്ല ഭാഗത്തേക്കാണ് അടിക്കുന്നത് കേട്ടോ. ഈ ബ്ലാക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്ന ബോർഡർ പോലെ വരുന്ന പോലെ കേട്ടോ. ഇനി ഇങ്ങനെ വെച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തത് ഇതുപോലെ വെച്ച് അടിക്കണം. ഇതുപോലെ അടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കേട്ടോ ഇവിടേക്ക് നമ്മൾ മടക്കി ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ ലെവലിൽ കേട്ടോ. ഫ്രണ്ടിലേക്ക് നല്ല ഭാഗത്തേക്ക് ഇതേപോലെ ആക്കിയിട്ട് ഈ ബ്ലാക്ക് പീസ് ഇങ്ങനെ ഇവിടേക്ക് കാണുന്ന വിധം അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മുഴുവൻ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ബാക്കി വരുന്ന പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതേപോലെ തന്നെ മറ്റേ പീസും ബാക്ക് പീസും ഇതേപോലെ അടിക്കാൻ പോവുകയാണ് കേട്ടോ. ബ്ലാക്ക് പീസ് വെച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് അടിച്ച്. അപ്പം നമ്മൾ 2 നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ബ്ലാക്ക് പീസ് വെച്ച് അടിച്ച് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ റോസ് നൂല് കൊണ്ട് തന്നെയാണ് കേട്ടോ 2 സൈഡും ഓരോ അടി അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണേ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഈ ബ്ലാക്ക് പീസ് കൊണ്ട് ആം ഹോളിൻ്റെ അവിടെ അടിച്ച് മറയ്ക്കാൻ പോകുക കേട്ടോ. ചീത്ത ഭാഗത്ത് നിന്ന് നല്ല ഭാഗത്തേക്കാണ് കേട്ടോ ഇതുപോലെ അടിക്കുന്നുണ്ട്.
വെച്ച് കൊടുക്കുന്നുണ്ട്. അറ്റം വരെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ അടിച്ച് ഇങ്ങോട്ട് മറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ ഇത്ര വിട്ടിട്ട് വേണം അടിച്ച് മറയ്ക്കാൻ കേട്ടോ. അത് നമുക്ക് കെട്ടാനുള്ള ഭാഗമാണ് കേട്ടോ. ഇങ്ങനെ അടിക്കുന്നുണ്ട്, അതിങ്ങനെ മടക്കി ഇതുപോലെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മടക്കിയെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഒരേപോലെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേപോലെ 4 സൈഡും അടിക്കുന്നുണ്ട് കേട്ടോ. ഒരേ അളവിൽ ഇതുപോലത്തെ ബ്ലാക്ക് പീസ് വെച്ചിട്ട് 4 സൈഡും, ഈ സൈഡും മറ്റേതിൻ്റെ 2 സൈഡും അങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് 2 ഭാഗത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ അടി ഒരു ബോർഡർ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 2 റോസ് നൂലുകൊണ്ട് ബ്ലാക്കിൽ ഇതേപോലെ 2 സൈഡും അടിച്ചു കൊടുക്കുമ്പോൾ കാണാൻ ഒരു ഇതുണ്ടാവും. ഇതുപോലെ 4 സൈഡ് ഇതുപോലെ അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടില്ലേ ഇങ്ങനത്തെ ഒരു ഇത് 4 ചതുരത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ വെക്കുന്നുണ്ട് കേട്ടോ. 4 സൈഡ് കണ്ടോ, ഇതുപോലെ ചതുരത്തിൽ കട്ട് കോണ് പോലെ വെച്ചിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി വരുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 4 സൈഡ് ഇതുപോലെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 സൈഡ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അടിഭാഗം മടക്കിയടിക്കാൻ പോവാണ് കേട്ടോ. അടിഭാഗം ഇതുപോലെ മടക്കിയടിക്കുകയാണ് കേട്ടോ. അങ്ങനെ 2ൻ്റെ അടിഭാഗം ഇതുപോലെ മടക്കിയടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 ഇതുപോലെ ഒരുമിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെച്ചിട്ട് സൈഡ് കൂട്ടാൻ പോവുകയാണ്. ഇതുപോലെ വെച്ചിട്ട് കേട്ടോ, ഒപ്പത്തിന് വെച്ചിട്ട് ഇതുപോലെ സൈഡ് കൂട്ടും. രണ്ട് ഭാഗം ഇതുപോലെ സൈഡ് കൂട്ടുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഭാഗം കൂടെ സൈഡ് കൂട്ടി കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ കുഞ്ഞെടുപ്പ് ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അപ്പോൾ നമ്മൾ ഈ വള്ളി രണ്ടും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. ടൈറ്റിനനുസരിച്ച് രണ്ടും കെട്ടിയാൽ മതി.